ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് പിൻപ് രണ്ടാം ഞായറാഴ്ച ഈ ആരാധനയിൽ ഭവനങ്ങളിലും വിവിധ സ്ഥാനങ്ങളിലുമായിരുന്ന പങ്കുചേരുന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ ശാന്തമായ സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ ലോക്ക്ഡൌൺ കാലയളവിൽ ഭവനത്തിലും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലും അവിടുന്ന് ഞങ്ങളോട് കൂടെയിരുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ പാടുവാനും അങ്ങേ ആരാധിക്കുവാനും ദൈവത്തിന്റെ തിരുവചനം ധ്യാനിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. സകല മാനവും മഹത്വവും കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ഞാൻ ആ കീർത്തനങ്ങളിൽ 207 പാട്ട് നമുക്ക് പാടാം. കീർത്തനം 207. Lover,
ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തുറക്കണമേ. സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശഭൂമി നിന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയെ സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതലാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവേ. നമുക്ക് തൊട്ടുകൂത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും വാക്കും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിക്കുവേൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 15-ാം സങ്കീർത്തനം പ്രതിവാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനം 15. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കള്ള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അവമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദിനായി എഴുതുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ല.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മൗത്തുണ്ടാകട്ടെ. ആദിയിൽ എപ്പോഴും പ്രകാരം തന്നെ. ആമേൻ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പീൻ. The Gospel according to Saint John chapter 21 verses 1 to 14. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നദനയിലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു പടവുകളിൽ പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശുവാകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലതുഭാഗത്ത് വല വീശുകയും എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിത ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്നും ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ പോയി. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവേൻ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുകയും എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവരോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്തു അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കീർത്തനം 272. കീർത്തനം 272. Sahaya, Sina Marum, Jayam
കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പ്രഭാതത്തിൻ്റെ ശാന്തമായ സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. പല ഭാഗങ്ങളിലായി, പല സ്ഥലങ്ങളിലായി, ഭവനങ്ങളിലായിരുന്ന അങ്ങേ ആരാധിക്കുകയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുത്തെ കൃപയിൽ പരമേൽപ്പിക്കുന്നു. ദൈവമേ, അവിടുത്തെ ഉയർപ്പിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. അടിയൻ്റെ നാവോട് കൂടെയിരിക്കണം. സകല മാനവും മഹത്വവും കർത്താവ് കൊടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. The Gospel according to St. John, chapter 21, verses 4. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശുവാകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. Early in the morning, Jesus stood on the shore, but the disciples did not realize that it was Jesus. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭവനങ്ങളിലും വിവിധ സ്ഥലങ്ങളിലുമായിരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം അറിയിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും പ്രത്യക്ഷതയ്ക്കും ശേഷം ശിഷ്യന്മാര് തങ്ങൾക്ക് ലഭിച്ച നിയോഗമാണ്. അവര് പഴയ തൊഴിലിലേക്ക്, മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എന്നാൽ ആ ശിഷ്യന്മാർ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും യാതൊരു ഫലവുമില്ലാതെ നിരാശരായിരിക്കുമ്പോൾ തിബരിയാസ് കടൽക്കരയിൽ യേശു അവർക്ക് പ്രത്യക്ഷനായി അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന സംഭവമാകുന്നു വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് കല്ലറയ്ക്കൽ നിന്നും മടങ്ങിപ്പോകുന്ന സ്ത്രീകൾക്ക് ഒരു നിയോഗം നൽകി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. യേശു അവരോട്, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറയുകയും അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. Go and tell my brothers to go to Galilee. There they will see me. യേശുക്രിസ്തു കൊടുത്ത നിയോഗമനുസരിച്ച് ശിഷ്യന്മാര് ഗലീലയ്ക്ക് അക്ഷരികമായി കർത്താവ് പറഞ്ഞത് അവരെ അനുസരിക്കുക. അവര് തിബരിയാസ് കടൽക്കരയിൽ ചെന്നു. പത്രോസും കൂട്ടരും പഴയ തൊഴിലിലേക്ക് മടങ്ങി. ഒരു പ്രഭാതത്തില് ഗെനസറേത്ത് തടാകത്തിന്റെ തീരത്ത് യേശു വന്ന് വിളിച്ചപ്പോൾ അന്ന് വള്ളവും വലയൊക്കെ ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച ആളാണ് പത്രോസ്. എന്നാൽ പത്രോസിന്റെ വളർച്ച ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വളരെ പെട്ടത്. പത്രോസ് അവരിൽ പ്രമുഖനായി മാറി. യേശുക്രിസ്തുവിനോടൊപ്പം മറുരൂപ മലയിലും ഗത്സമന തോട്ടത്തിലും ഒക്കെയും പത്രോസ് സന്നിഹിതനായി. എന്നാൽ ഇവിടെ പെട്ടെന്നെല്ലാം മാറി മറയുകയാണ്. തന്റെ സ്വപ്നങ്ങളൊക്കെ സ്ഫടികപാത്രങ്ങൾ പോലെ തകർന്നടിയുകയാണ്. പരാജയവും നിരാശയും പത്രോസിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്.
എന്ത് ചെയ്യണമെന്ന് തനിക്ക് അറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞതിന്റെ മനോവേദനയും പത്രോസിന്റെ ഉള്ളിൽ. അങ്ങനെ നിരാശ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, മനം നിറയെ ആശങ്കകൾ നിൽക്കുമ്പോൾ ഇനിയും എന്ത് ചെയ്യും? എന്നാൽ പത്രോസിൽ തന്റെ നേതൃത്വത്തിന്റെ പാഠമുണ്ട്. അതുപോലെ എടുത്തിയാട്ടത്തിന്റെ പതിവ് ശൈലിയുണ്ട്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലന് ഒരു തീരുമാനമെടുക്കുവാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. എടുത്ത തീരുമാനം തന്റെ കൂടെയുള്ളവരോട് പെട്ടെന്ന് അറിയിക്കുക. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. ശീമോൻ പത്രോസ്, ദിദിമോസ് എന്ന തോമാസ്, ഗലീലയിലുള്ള കാനായിലെ നദനയിലും സബദി മക്കള് യാക്കോബ്, യോഹന്നാനും അവന്റെ ശിഷ്യന്മാർ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. 7 ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ശീമോൻ പത്രോസ് അവരോട് പറയുകയാണ്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു. ശീമോൻ പത്രോസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റുള്ളവരും പറഞ്ഞു, ഞങ്ങളും പോരുന്നു. കർത്താവിന്റെ നിയോഗമനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ടവർ എത്ര പെട്ടെന്നാണ് ആ നിയോഗം മറന്ന് തങ്ങളുടെ പഴയ തൊഴിലിലേക്ക് മടങ്ങുന്നത്. ഇതിന് കാരണം പത്രോസ് അപ്പോസ്തലന് ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്വാധീനം. ആ സ്വാധീനമാണ് പത്രോസിനെ പിൻപറ്റുവാൻ, പത്രോസിന്റെ തീരുമാനം അംഗീകരിക്കുവാൻ അവർ തയ്യാറാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചുറ്റുപാടുകളുടെ സ്വാധീന വലയത്തിൽ ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ മേൽ നമുക്കുള്ള സ്വാധീനം അവരെ നന്മയിലേക്കാണോ നയിക്കുന്നത്, അതോ തിന്മയിലേക്കാണോ നയിക്കുന്നത്? ഈ പ്രഭാതത്തിന്റെ ശാന്തമായ സമയത്ത് ദൈവസന്നിധിയിൽ നാം സ്വയം ശോധന ചെയ്യേണ്ട കാര്യമില്ല. പത്രോസ് അപ്പോസ്തലന്റെ സ്വാധീനം കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ അവർക്ക് ലഭിച്ചിരുന്ന ലക്ഷ്യത്തിൽ നിന്നും ദർശനത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നു. പത്രോസ് കൂട്ടരും ചിന്തിച്ചു, പഴയ തൊഴിലിൽ അവർക്ക് മികവ് പ്രകടിപ്പിക്കുവാൻ കഴിയും. എന്നാൽ പഴയ തൊഴിലിൽ അവർ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ശുഭകരമായ തുടക്കം അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. But that night they caught nothing. മീൻപിടുത്തക്കാരെ സംബന്ധിച്ചിടത്തോളം ഗലീലക്കടല് രാത്രി മീൻപിടുത്തത്തിന് ഏറ്റവും നല്ല സമയം. ഒരു രാത്രി മുഴുവൻ പത്രോസും കൂട്ടരും അധ്വാനിക്കുക. പത്രോസും കൂട്ടരും വളരെ സമർത്ഥരായ മീൻപിടുത്തക്കാർ. പക്ഷെ ഒരു മീനും അവരുടെ വലയിൽ പ്രവേശിക്കുന്നില്ല. നിരാശയുടെ രാത്രി. ഒരു രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു. എന്തുകൊണ്ട് അവരുടെ അധ്വാനത്തിന് ഫലം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല? യേശുക്രിസ്തുവിനെ കൂടാതെ, ദൈവത്തെ കൂടാതെ, അല്ലെങ്കിൽ കർത്താവിനെ കൂടാതെയുള്ള അധ്വാനം പ്രയോജനമില്ലാത്തതായി മാറും. നിരാശയുടെ ഇരുട്ട് കണ്ണിൽ പ്രവേശിക്കുക. കാരണം അധ്വാനം കൊണ്ട് യാതൊരു ഫലവും ലഭിക്കുന്നില്ല. അധ്വാനിക്കുന്നതും അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കാൻ കഴിയുന്നതും
ദൈവിക അനുഗ്രഹം. നാം എല്ലാവരും അധ്വാനിക്കുന്നവർ. ആ അധ്വാനത്തിന് ഫലം ലഭിക്കണമെങ്കിൽ ദൈവിക അനുഗ്രഹം നമുക്കുണ്ടായെങ്കിലേ. അപ്പൊ ദൈവിക ഉദ്ദേശത്തിൽ നിന്നും ദൈവിക നിയോഗത്തിൽ നിന്നും അന്യപ്പെട്ടു പോയ, ലക്ഷ്യം മാറിപ്പോയ പത്രോസും കൂട്ടരും നിരാശരും പരാജിതരുമായി മാറുകയാണ്. തീർച്ചയായിട്ടും പത്രോസിന്റെ മനസ്സ് 3.5 വർഷം പിറകിലേക്ക് പോയിട്ടുണ്ട്. ഗെന്നസരത്ത് തടാകത്തിന്റെ തീരത്ത് ഒരു പ്രഭാതത്തിൽ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മീനൊന്നും ലഭിക്കാത്ത ഒരു ദിവസം കർത്താവ് തന്റെ പടകിലേക്ക് കൊണ്ടുപോയി. കർത്താവ് അവിടെ ഒരു സുവിശേഷം പറയുന്നു. അതിനുശേഷം കർത്താവിന്റെ വാക്കനുസരിച്ച് വലയെറിഞ്ഞ് പെരുത്ത മീൻകൂട്ടം കിട്ടി. അന്ന് കർത്താവിന് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പത്രോസ് ഇറങ്ങി തിരിച്ചതാണ്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ പത്രോസിന്റെ മനസ്സിലൂടെ കടന്നു പോകുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാ അനുകൂല ഘടകങ്ങളും ഒത്തുചേർന്നാലും വിജയം ഉണ്ടാകണം എന്നില്ല. ദൈവത്തെ കൂടാതെ, ദൈവഹിതം കൂടാതെ അധ്വാനിച്ചാൽ ഫലം ശൂന്യമായി. എന്നാൽ തൊഴിലിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന പത്രോസിനെയും കുട്ടനെയും ഉപേക്ഷിക്കാൻ കർത്താവ് ആ തിബരിയാസ് കടൽക്കരയിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ തൊഴിലുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ അധ്വാനങ്ങളിൽ നമ്മൾ നിരാശരായി കഴിയുമെങ്കിൽ നമ്മെ ഉപേക്ഷിക്കാത്തൊരു കർത്താവ് നമ്മുടെ പരാജയങ്ങളെ വിജയമാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായി. ആ കർത്താവിന്റെ സന്നിധിയിലാകുന്നു നാം ഇരിക്കുന്നു. ലോകമെമ്പാടും ഈ COVID-19 സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ലക്ഷങ്ങൾ മരിച്ചു, ലക്ഷങ്ങൾ ചികിത്സയിൽ കഴിയും, അനേകരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെടുമെന്നുള്ള ഭയപ്പാടിലിരിക്കുന്നു. ഇനി കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും? പ്രതിസന്ധി മുമ്പിൽ നിൽക്കുകയാണ്. എങ്ങനെ കാര്യാദികൾ നിലനിർത്തുവാൻ കഴിയുമെന്നുള്ള ആശങ്കകൾ നിൽക്കുമ്പോൾ നമ്മെ ഉപേക്ഷിക്കാത്ത, നമുക്ക് പുതുവഴി തുറന്നു തരുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ നാം ആയിരിക്കുക. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. The disciples did not realize that it was Jesus. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പരാജയത്തിന്റെയും നിരാശയുടെയും തേങ്ങ കർത്താവ് പറയുക, പടകിന്റെ വലതുഭാഗത്ത് വല വീശുവീ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി വല വലിപ്പാൻ കഴിയുന്നില്ല. When they obey the Lord's command, they were rewarded with huge catch of fish. ജോലിയെ മാനിച്ച് അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ്. പഴയ തൊഴിലിൽ ഏർപ്പെട്ട ശിഷ്യന്മാരെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുകയാണ്. കർത്താവിന്റെ കൽപ്പനയും സാന്നിധ്യവും അനുസരിച്ച്
വേണം നാം ജോലി ചെയ്യുക. എങ്കിൽ നമ്മുടെ ജോലികൾ, അധ്വാനങ്ങൾ അനുഗ്രഹപൂർണ്ണമായി തീരും. അധ്വാനിക്കുക എന്ന് പറയുന്നത്, തൊഴിൽ ചെയ്യുക എന്ന് പറയുന്നത് അനുഗ്രഹം. അധ്വാനിക്കാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. അധ്വാനം അഭിമാനകരം. ആ അധ്വാനത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നത്തെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. കർത്താവിന്റെ വാക്കിനോട് വലയിട്ടു. ആ വാക്ക് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വാക്കാണ്. അവിടുത്തെ വാക്കിന് സമൃദ്ധിയുണ്ട്. തിബരിയാസ് കടലിൽ അവർക്ക് സുപരിചിതമായ പ്രദേശത്ത് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്നു. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കർത്താവിന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം വല നിറയല്ലേ. ഇല്ലായ്മകളെ സുരക്ഷിതകളുടെ ഇടങ്ങളാക്കി മാറ്റുവാൻ എന്റെ കർത്താവിന് മാത്രമേ കഴിയൂ. ഇന്ന് ഇല്ലായ്മകളുടെ ഒരു കാലം. നമുക്ക് സ്വാതന്ത്ര്യമായി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. പണമുണ്ടെങ്കിലും പഴയതുപോലെ സാധനങ്ങൾ വാങ്ങുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. ഒരുമിച്ച് കൂടി വരുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. ബന്ധങ്ങളൊക്കെ ശിഥിലങ്ങളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. ഒറ്റപ്പെട്ട ഭവനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതായ സാഹചര്യങ്ങൾ. ഈ സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. നമ്മുടെ ജീവിതത്തിന് തുടർന്ന് മുമ്പോട്ട് പോകുന്ന ഡയറക്ഷൻ നൽകുവാൻ ഈ കർത്താവിന് മാത്രമേ കഴിയൂ. ഈ കർത്താവ് നമ്മെ ശക്തീകരിക്കുന്നത്. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പത്രോസ് വലിയ മുക്കുവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സുപരിചിതമായ തടാകം, പരിചയസമ്പന്നരായ മീൻപിടുത്തക്കാർ, ഏറ്റവും അനുകൂലമായ യാത്രയുടെ യാമങ്ങൾ, കടലിൽ ധാരാളം മീനുള്ള അവസ്ഥ. എങ്കിലും വല ശൂന്യം. വലയെറിഞ്ഞവരുടെ മനസ്സും ശൂന്യം. പത്രോസ് വലയെറിഞ്ഞു, ഒന്നും കിട്ടിയില്ല. പത്രോസിന്റെ വാക്കിന് കൂട്ടുകാരും വലയെറിഞ്ഞു, ഒന്നും കിട്ടിയില്ല. നിരാശരായി കഴിയുമ്പോൾ കർത്താവിന്റെ വാക്കിന് അവർ വലയെറിയുമ്പോൾ മാറ്റം കണ്ടു തുടങ്ങി. പെരുത്ത മീൻ കൂട്ടം, large number of fishes, വല നിറയെ മത്സ്യം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പത്രോസിനെയും കൂട്ടരെയും പോലെ നിരാശയിൽ മനോഹരയിൽ കഴിയുന്നുവെങ്കിൽ ഇനി നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ നാളുകളിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം വായിപ്പാനും ധ്യാനിപ്പാനും ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. കാര്യങ്ങൾ ഇത്രയും ആയപ്പോഴാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നത്. കർത്താവാകുന്നത് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കിയരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്നും ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. They saw a fire of burning coals. There was a fish on it.
and some bread. പാചകം ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ്. യേശു അവരോട് പറയുകയാണ്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവേ. ശിമോൻ പത്രോസ് പടകിൽ കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. യേശു അവരെ വിളിക്കുക, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളേ. Jesus said to them, come and have a breakfast. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. പ്രിയമുള്ളവരെ, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച, തളർന്ന, നിരാശരായ ശിഷ്യന്മാർക്ക് ഏറ്റവും നല്ല പ്രഭാത ഭക്ഷണം. അതിരാവിലെ തിബരിയാസ് കടൽക്കരയിൽ അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കി കാത്തിരിക്കുകയാണ്. കടലിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് തണുത്തു വിറച്ചിരിക്കുന്ന അവർക്ക് അല്പം ചൂട് ആവശ്യമാണ്. അതിന് തീക്കനൽ, ആ തീക്കനലിൽ ഭാഗമായി നിൽക്കുന്ന മീനും അപ്പോ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ്. ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. ശിഷ്യന്മാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അന്ന് പ്രവർത്തിച്ച കർത്താവ് ഈ 2020 നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ കരുതുവാൻ എന്നും തയ്യാറാണ്. അവരൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആ 7 പേരും കൂടെ വല വീശാൻ പോയവരാ. അവരുടെ അധ്വാനത്തിന് ഫലം കിട്ടിയില്ല. എന്നാൽ കർത്താവിന്റെ വാക്കനുസരിച്ച് അവർ വലയിറക്കിയപ്പോൾ വല നിറയെ മീൻ കൂട്ടം ദൈവം കൊടുക്കുക. അവരെ തളർച്ച മാറ്റുവാൻ, അവരെ തണുപ്പ് മാറ്റുവാൻ ആവശ്യമായ ചൂട് കായുവാൻ തീക്കനൽ, ഏറ്റവും ഫ്രഷായ ആഹാരം. ആ കർത്താവ് നമ്മെ ഇന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ കർത്താവിനെ അനുഭവിച്ചറിയുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളാണ് ഈ ആരാധന. നമ്മുടെ ആവശ്യങ്ങൾക്ക് കരുതുവാൻ അവൻ മതിയായവനാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിലൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അല്പാൽപ തരുമെന്നല്ല പറഞ്ഞത്, പൂർണ്ണമായി ദൈവത്തിന്റെ മഹിമ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. പത്രോസ് ഈ വചനം അറിഞ്ഞു. ഇത് പത്രോസിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ 1-ാം ലേഖനം എഴുതുമ്പോൾ 1 പത്രോസ് 5:7 പറഞ്ഞിരിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുകയാണ്, നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവേ. Cast all your anxiety on him because he cares for you. നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുവാനാണ് പത്രോസ് അപ്പോസ്തലൻ ഈ പ്രഭാതത്തിൽ നമ്മെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച കർത്താവ് പ്രാതലൊരുക്കി അവർക്ക് വേണ്ടി കാത്തിരിക്കും. ശിഷ്യന്മാർ ഭക്ഷിച്ചു. ക്ഷീണം മാറ്റിയതിന് ശേഷമാണ് കർത്താവ് താൻ പ്രത്യക്ഷനാകുന്നതിന് ഉദ്ദേശം വെളിപ്പെടുത്തുന്നത്. പത്രോസും കൂട്ടരും പിന്മാറ്റത്തിൽ പോയിട്ടും
ഉപേക്ഷിച്ച് കളയാതെ അന്വേഷിക്കുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ ധാരാളമായി ദൈവം നമുക്ക് പ്രതീക്ഷിക്കാത്ത നന്മകളൊക്കെ കഴിഞ്ഞ നാളുകളിൽ നാം അനുഭവിച്ചു. പക്ഷെ നാം ദൈവത്തെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ തിരിച്ചുവരവിന്റെ സമയമാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പുനഃപ്രതിഷ്ഠ ചെയ്യുവാൻ ഈ പ്രഭാതത്തിലെ ഈ വചന ശുശ്രൂഷ സഹായിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുകയാണ്. ദൈവത്തിന് മഹത്വം. എപ്പോഴാണ് ശിഷ്യന്മാരുടെ പരാജയം മാറിക്കിട്ടുന്നത്? ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞ വാക്കിന് അവർ വല ഇറക്കി. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതം പരാജയമായിരുന്നെങ്കിൽ ആ പരാജയങ്ങളെ മാറ്റുവാൻ, വിജയം നൽകുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. അതുകൊണ്ട് കർത്താവിന്റെ വാക്കനുസരിച്ച് ഞാൻ ജീവിക്കും, പ്രവർത്തിക്കുമെന്ന് ഒരു പുതിയ തീരുമാനമെടുക്കുവാൻ കഴിയണം. 15-ാം വാക്യം നമ്മൾ വായിക്കുന്നു, അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഒരു കാലത്ത് ഈ കാണുന്ന പടവും വലയും ഒക്കെയും നിനക്കുള്ള സമ്പത്തൊക്കെയും വിട്ടിട്ട് നീ എന്നെ അനുഗമിച്ചതാണ്. ഇപ്പോൾ നീ ഇവയെ വീണ്ടും സ്നേഹിക്കും. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഒന്ന് നോക്കിക്കാം. പത്രോസ് അപ്പോസ്തലനാണ് ഇവരെ പിന്മാറ്റത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലെ 33-ാം വാക്യം നമുക്കറിയാം. പത്രോസ് അസന്നിഗ്ധമായി യേശുവിനോട് പ്രഖ്യാപിച്ചത്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് പറഞ്ഞു. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മൾ ചോദിക്കുന്നത്, പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നില്ല. കർത്താവിന് വേണ്ടി നമ്മൾ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ താരതമ്യം കാണും, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, എന്ത് കൊടുക്കുന്നു എന്ന്. എന്നാൽ കർത്താവ് നമ്മെ സ്നേഹിച്ചത് അങ്ങനെയല്ല. തന്റെ ജീവൻ തന്ന അവസാനത്തോടെ രക്തത്തിലെ കാൽവരി ക്രൂശിൽ ഊറ്റി നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ലോക്ക്ഡൗൺ അധികം നീളുകയില്ല. പുതിയ പ്രഭാതം വരികയാണ്. കർത്താവിനെ ആത്മാർത്ഥമായി ഒന്ന് സ്നേഹിക്കുവാൻ, കർത്താവിനെ ആത്മാർത്ഥമായി ആരാധിക്കുവാൻ, കർത്താവിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങളൊക്കെ അത്ഭുതവും അതിശയകരമായിട്ടാണ് നമ്മെ ദൈവം കാത്തു സൂക്ഷിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം തന്നിട്ടുണ്ട്, ഒരു പർപ്പസ് തന്നിട്ടുണ്ട്, നമുക്കൊരു ദൗത്യം തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് പത്രോസിനോട് ചോദിക്കാൻ, ആർ യു പ്രിപ്പയർഡ് ടു ഗിവ് ദം ഓൾ? ഈ കാണുന്നതൊക്കെ നിനക്കൊന്ന് ഉപേക്ഷിക്കാൻ നീ തയ്യാറാണ്. ഇതൊരു ചലഞ്ച്. പത്രോസേ, നീ ശിഷ്യന്മാരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. Yes, no. You know that I love you. അതിനാ മുമ്പ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക, ഫീഡ് മൈ ലവ്. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു.
Do you love me? Yes, Lord. You know that I love you. അതിനാൽ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കാൻ ജീസസ് said, take care of my sheep. മൂന്നാമത് അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. ഡു യു ലവ് മീ? എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമത് ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയും. എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. Lord, you know all things. You know that I love you. യേശുവോട് എൻ്റെ ആടുകളെ മേയ്ക്കുക. Feed my sheep. പ്രിയമുള്ളവരെ, പത്രോസിനോട് 3 പ്രാവശ്യം എന്തുകൊണ്ട് യേശു ചോദിച്ചു? നമ്മൾക്കറിയാം, പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവൻ. ഈ 3ാമത്തെ പ്രാവശ്യമാണ് പത്രോസ് സമ്പൂർണമായി ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ ഹൃദയം പകരുന്നത്. പത്രോസ് യഥാസ്ഥാനം ആദിമസഭയിലെ പ്രമുഖ നേതാവ്. പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്താൽ 3000-ഓളം പേർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ ചേർന്നു. പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തിയ കർത്താവ് നമ്മോട് ഇതേ ചോദ്യം ചോദിക്കുക. നീ എന്നെ സ്നേഹിക്കുന്നു? നിന്റെ സമ്പത്തിനേക്കാൾ അധികമായി, നിന്റെ കുടുംബത്തേക്കാൾ അധികമായി, നിന്റെ ജോലിയേക്കാൾ അധികമായി, അല്ലെ നിന്റെ പ്രൊഫഷനേക്കാൾ അധികമായി, നിന്റെ സ്ഥാനമാനങ്ങളെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? ഈ യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധം എങ്ങനെയാണ്? തിബിരിയാസ് കടൽക്കര ശിഷ്യന്മാരെ അന്വേഷിച്ച് കടന്നു ചെന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മെ അന്വേഷിച്ച് കടന്നു വന്നിരിക്കുന്നു. അവിടുത്തെ ശബ്ദത്തിന് പ്രിയ സഹോദര സഹോദരി നീ ചെവി കൊടുക്കൂ. അവിടുത്തെ നിയോഗമനുസരിച്ച് വരുംകാല ജീവിതം ക്രമീകരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും കാലാവസാനം കൂടാതെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ നമ്മൾക്ക് ഒരുമിച്ചേറ്റ് പറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉത്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത്. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഉയർപ്പിന് പിൻപ് 2-ാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ. ക്രിസ്തുവിന്റെ ആതിഥ്യത്തിലേക്ക്. ജീവന്റെ നാഥനായ ദൈവമേ,
ഞങ്ങൾ നിന്നോടകന്ന് ശത്രുതയിലായിരിക്കുമ്പോൾ നിന്റെ പുത്രനായ യേശു ക്രിസ്തു നിരന്തര സംസർഗത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആവശ്യത്തിലിരിക്കുന്നവരുമായി വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും അന്യർക്കും ആതിഥ്യം നൽകുന്നതിനും അന്യോന്യമുള്ള സ്നേഹത്തിൽ സഹോദരീ സഹോദരന്മാരായി വർദ്ധിക്കുന്നതിനും ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവ്, ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നവർ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗങ്ങളെ ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെ നിന്റെ താഴ്മയുടെ ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങൾ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ഈ സമയം വരെ അങ്ങ് ഞങ്ങളെ സുഖത്തോട് കൊണ്ടുവന്നിരിക്കുന്നു. അവിടുത്തെ മഹാശക്തിയോട് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലാകപ്പെടാതെയും അവിടുത്തെ മുൻപാകെ നീതിയുള്ളവരെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും അവിടുത്തെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ഈ പ്രഭാതത്തില് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് നാം കേട്ട ദൈവ വചനത്തിനായി സ്തോത്രം ചെയ്യാം. പിന്മാറ്റത്തിലേക്ക് പോയ പത്രോസിനെയും മറ്റ് ശിഷ്യന്മാരെയും തിബരിയാസ് കടൽക്കര ചെന്ന് യഥാസ്ഥാനപ്പെടുത്തി ദൗത്യത്തിനായി നിയോഗിച്ച കർത്താവ് നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് കടന്നു വന്നിരിക്കും. 2 മാസമായി ലോക്ക്ഡൌണിൽ നാം ആയിരിക്കുകയാണ്. ഭവനങ്ങളില് വ്യത്യസ്ത സ്ഥാനങ്ങളിലായിരിക്കുന്ന നമ്മെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. രോഗങ്ങളാലും വേദനകളാലും ഭാരപ്പെടുന്നവർ, നിരാശകളിൽ കഴിയുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ഇനി എങ്ങോട്ട് എന്ന് ഭാരപ്പെടുന്ന, നീക്കുപോക്കൾ കണ്ടെത്താൻ കഴിയാതെ വേദനിക്കുന്ന പലരും ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയ കർത്താവ് നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. അവിടുന്ന് യഥാസ്ഥാനപ്പെടുത്തും. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ നമുക്ക് പരമേൽപ്പിക്കാം. പ്രത്യേകിച്ച് മെയ് പകുതിയോടുകൂടി എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ മക്കളെ ദൈവകൃപയിൽ പരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവജനങ്ങളെയും മധ്യവയസ്കരെയും പ്രായമുള്ളവരെയും ദൈവകൃപയിൽ പരമേൽപ്പിക്കുക. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രവാസികളായി വിവിധ രാജ്യങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴി തുറക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുക. മധ്യകേരള മഹാരാജയ്ക്ക് നേതൃത്വം നൽകുന്ന
തോമസ് കെ ഉമ്മൻ തിരുമേനിയെ കുടുംബത്തെ നമുക്ക് ഓർക്കാം. പട്ടക്കാരെയും പ്രവർത്തകരെയും ജനങ്ങളെയും ദൈവകൃപയിൽ അവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദക്ഷിണേന്ത്യ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരി സഭകളെ നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ കൃപയും കാവലും ലഭിച്ച നമ്മുടെ ആരാധനാലയങ്ങൾ ദൈവത്തിൽ തുറന്നു കിട്ടുന്നതിനും ആരാധന തുടരുന്നതിനും ദൈവം ഇടയാക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷയിൽ കേരളത്തിലും ഇന്ത്യ രാജ്യത്തിലും ലോകമെമ്പാടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ്, നേഴ്സസ്, മെഡിക്കൽ സ്റ്റാഫ് ഇവരുടെ ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുക. ശാസ്ത്രീയമായി ചികിത്സാ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഭരണാധികാരികളെ ദൈവകൃപയെ പരമേൽപ്പിക്കുക. അവർക്ക് ആവശ്യമായ കൃപ, നേതൃത്വം നൽകുന്ന പ്രാപ്തി ലഭ്യമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതരെ ദൈവകൃപയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരിക്കുന്ന നമ്മെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കാൻ നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിന്റെ ശാന്തമായ സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അല്പസമയം അവിടുത്തെ സന്നിധിയിൽ അങ്ങേ പാടി സ്തുതിക്കുവാനും അവിടുത്തെ മാറ്റമില്ലാത്ത സ്നേഹത്തിന്റെ വചനം ശ്രമിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിച്ച അത്ഭുതവും അതിശയകരമായ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ തൊഴിലിടങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലേക്ക്, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഞങ്ങളുടെ തൊഴിലിനെ മാനിച്ച് അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ പരമേൽപ്പിക്കുക. ദൈവമായ കർത്താവേ, ആരാധന സ്വാതന്ത്ര്യമില്ലാതെ ഭവനങ്ങളിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ അവിടുത്തെ ദുർഭാഗപടത്തിലേക്ക് കടന്നു വന്ന് കുറവുകളേക്ക് പറയുവാനും അവിടുത്തെ കൃപയിൽ ശക്തിപ്പെടുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യവയസ്കരെയും പ്രായമുള്ളവരെയോ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വിദൂരതകളിൽ പ്രവാസികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവേ, നിന്റെ ദിവ്യമായ കൃപയും സാന്നിധ്യവും ധാരാളമായി അവിടുന്ന് പകരണമേ. ഈ കോവിഡ് എന്ന മഹാവ്യാധിയാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും കഷ്ടത്തിലും അനർത്ഥത്തിലും വേദനയിലും കഴിയുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരളക്കരയ്ക്കായി, ഇന്ത്യ രാജ്യത്തിനായി കർത്താവെ പ്രാർത്ഥിക്കുന്നതിന്റെ ഭരണാധികാരികളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മഹാമാരിയാൽ ഭാരപ്പെടുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ തരുന്നു. ജോലി നഷ്ടപ്പെടുന്നവരുണ്ട്, ഭാരത്തിലും പ്രയാസത്തിലും കഴിയുന്നവരുണ്ട്, അവരെയൊക്കെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുന്ന് ഈ മഹാമാരിയെ ശാസിക്കണം. കർത്താവെ, ലോകത്തിന് വിടുതൽ അവിടുന്ന് കൊടുക്കണം. അവിടുന്ന് സർവശക്തനാകിയ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നാവും യേശു കർത്താവെന്ന് പറയുവാനും അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേവാലയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവെ, എത്രയും വേഗം തുറന്ന് ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ആവശ്യമായ കൃപ അവിടുന്ന് ഉയർത്തുന്നു പകരണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരും അവിടുത്തെ കൃപയെ പരിമേൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ദൈവം ചെയ്തിരിക്കുന്ന നന്മകളെ കൃപകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പൊതുവിലുള്ള സ്തോത്രം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണയുടെയും പിതാവേ, അയോഗ്യരായോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാനീയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ച
ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിന്റെ വിവരിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടി കൃപാവഴികൾക്ക് വേണ്ടി മൊത്തത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവങ്ങളുമായി കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടത് നിന്നെ സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാടുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും വിളിയോടും ഭാഗം നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതിരുകൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും സ്തുതിയെ പ്രശ്നപ്പെടുത്തേണ്ടതിന് നിന്റെ സകല കഴിവുകളെയും ചെറുതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളോട് അപേക്ഷിക്കുന്നു. അവനെ നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും കാലാവസാനം കൂടാതെ ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനയെ കരുണയോട് കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കാൻ അവർ കൃപയെ ശക്തി ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ കരുണയണമേ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ കർത്താവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അവിടുത്തെ രാജ്യം വരണമേ. അവിടുത്തെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നമുക്കുണ്ടല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോട് എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. കീർത്തനം 424. കീർത്തനം 424. Thank you.
നിന്റെ ആത്മാവോടും കൂടെ നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ.